എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് NCERT ഹിന്ദി ക്ലാസ് 8ലെ വസന്ത് എന്ന പുസ്തകത്തിലെ 7th ചാപ്റ്ററാണ്. 7th ചാപ്റ്ററിൻ്റെ പേരാണ് ക്യാ നിരാശ് ഹുവാ ജായ്. ഇത് എഴുതിയിരിക്കുന്നത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ഇത് ഒരു നിബന്ധമാണ്. ഇത് ഗദ്യത്തിൽ പലതരത്തിലുള്ളതുണ്ട്. സ്റ്റോറി ഉണ്ട്, പ്ലേ ഉണ്ട്, നാടകം എന്ന് പറയില്ലേ പ്ലേ, പിന്നെ നിബന്ധ എസ്സേ, ഒരു എസ്സേ ടൈപ്പ് എന്തിനെങ്കിലും കുറിച്ചിട്ട് എഴുതാം അങ്ങനെ. അപ്പോൾ ഇതൊരു നിബന്ധമാണ് കേട്ടോ. യഹ് നിബന്ധ ഹെ. അപ്പോൾ ഇതിൽ ലേഖകൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിൽ മുഴുവനായിട്ടും പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള ക്രൈംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മിക്കവാറും കൂടുതലായിട്ടും നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ളതേ കാണാൻ പറ്റുള്ളൂ. നല്ല കാര്യങ്ങൾ വളരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെയാണ്, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ लेखक सामाजिक बुराइयों के बारे में बताते हैं. समाज में जो बुराइयां हो रहा है, जो भ्रष्टाचार हो रहा है, उसके बारे में बताते हैं. പിന്നെ എന്താണ്, समाचार पत्र से लगता है कि ईमानदारी सच्चाई कम हुई है. समाचार पत्र ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത്. दोष ही दोष अधिक दिखता है എന്നാ പറയണത്. तो उसमें कुछ न कुछ तो अच्छा होगा, उसे ढूंढ लो, क्योंकि अच्छा पढ़ने से, अच्छा देखने से हमें पॉजिटिव एनर्जी मिलेगा. ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് വരുന്നത്. ക്യാ നിരാശ് ഹുവാ ജായ്. എന്താ, നിരാശപ്പെടണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി തുടങ്ങാം. മേരാ മൻ കഭി കഭി ബാഠ് ജാത്താ ഹെ. എൻ്റെ മനസ്സ് ചില സമയത്ത് അങ്ങോട്ട് ഇരുന്നു പോകും. അതിൻ്റെ അർത്ഥം ഇരുന്നു പോകുമെന്ന് പറഞ്ഞാൽ ഡള്ളാവും. പറഞ്ഞാൽ ഉദാസ് എന്ന് പറയാം ഹിന്ദിയിൽ. കഭി കഭി മേരാ മൻ ഉദാസ് ഹോ ജാത്താ ഹെ എന്ന് പറയാം. समाचार पत्रों में ठगी, डकैती, चोरी, तस्करी और भ्रष्टाचार के समाचार भरे रहते हैं. समाचार पत्र ന്യൂസ് പേപ്പറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ടഗി, ഇതെല്ലാം ഒരേ തരത്തിലുള്ള മീനിങ്സ് ആട്ടോ ഏകദേശം. ടഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ധൂർത്തത, ചീറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, വഞ്ചിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങൾ, അങ്ങനത്തുള്ള ന്യൂസ്. ഡക്കൈത്തി, റോബറി, ലൂട്ട് പാട്ട് എന്നും പറയും, ലൂട്ടന എന്നൊക്കെ പറയും ഹിന്ദിയിൽ. ചോരി എന്ന് പറഞ്ഞാൽ മോഷണം. ചോരി വേർഡ് എല്ലാവർക്കും അറിയായിരിക്കും. തസ്കരി എന്നും മലയാളത്തിലും അതേപോലെ ഉണ്ടല്ലോ. അതും അങ്ങനെ തന്നെയാണ്. മോഷിക്കുക, ഈവൻ സ്മഗ്ലിംഗ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അതിൽ വരുന്നതാണ്. ഓർ ഭ്രഷ്ടാചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ അനാചാർ എന്ന് പറയാം, ഇംഗ്ലീഷിൽ കറപ്ഷൻ. അപ്പോൾ കെ സമാചാർ ഭരേ രഹത്തെ ഹെ. അപ്പോൾ എന്താണ്, ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം തെറ്റായ കാര്യങ്ങളല്ലേ, ഇതെല്ലാം ന്യൂസ് പേപ്പറിൽ നിറഞ്ഞിരിക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ആരോപ് പ്രത്യാരോപ് കാ കുച്ച് ऐसा वातावरण बन गया है कि लगता है देश में कोई ईमानदारी आदमी ही नहीं रह गया है. ആരോപ് പ്രത്യാരോപ്, ആരോപിക്കുക, ടു ബ്ലെയിം, ഒരാളുടെ മേലെ ബ്ലെയിം ഇടുക. അപ്പോൾ പ്രത്യാരോപം എന്ന് പറഞ്ഞാൽ അതിന് പകരമായിട്ട് ഇനി തിരിച്ച് ഇവരെ ആരോപിക്കുക, അങ്ങനെയുള്ളത്. പറഞ്ഞാൽ ഇനെന്താ പറയുക, കൗണ്ടർ ചാർജസ് എന്ന് പറയും, കൗണ്ടർ. അപ്പോൾ ഏക് ദൂസരെ കോ ഗലത് ठहराना, ഏക് ദൂസരെ കോ ബ്ലെയിം കർണ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ, അതിൻ്റെ കുച്ച് ഏസാ വാതാവരൺ ബൻ ഗയാ ഹെ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു വാതാവരൺ ബൻ ഗയാ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കി ലഗ്താ ഹെ, നമുക്ക് തോന്നും എന്താ വെച്ചാൽ, ദേശ് മേ കോയി ഇമാൻദാർ ആദ്മി ഹി നഹി രഹ ഗയാ ഹെ. ദേശത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ഒരു ഇമാൻദാർ എന്ന് പറഞ്ഞാൽ സിൻസിയർ, ഓണസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള ഒരാളും കൂടി ഇല്ല എന്ന് നമുക്ക് ആ വാർത്തയെല്ലാം വായിക്കുമ്പോഴും കാണുമ്പോഴും തോന്നും എന്നാണ് പറയുന്നത്. ഹർ വ്യക്തി സന്ദേഹ की दृष्टि से देखा जा रहा है. ഓരോ വ്യക്തികളും എന്താണ്, ഡൗട്ടായിട്ടാണ് നോക്കുന്നത് അങ്ങും ഇങ്ങും. जो जितने ही ऊंचे पद पर है उनमें उतने ही अधिक दोष दिखाई जाते हैं. ആര് എത്ര വലിയ പദ് പർ ഹെ, എത്ര വലിയ സ്റ്റേറ്റസിൽ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്രയും ദോഷങ്ങളാണ് അവരിൽ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. एक बहुत बड़े आदमी ने मुझसे एक बार कहा था. ഒരു വലിയ മനുഷ്യൻ, ഒരു വളരെ വലിയ മനുഷ്യൻ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിരുന്നു. കി എന്തെന്നാൽ, ഇസ് സമയ സുഖി വഹി ഹെ, ഈ സമയം ഇപ്പം എന്താ, സുഖി വഹി ഹെ, അവരാണ് സുഖമായിട്ടിരിക്കുന്നത്. ആരാണ്? ജോ കുച്ച് നഹി കർത്ത, ആര് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു അവരാണ് ഇപ്പോൾ സുഖമായിട്ടിരിക്കണമെന്ന് ഒരു വലിയ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. जो कुछ भी करेगा उसमें लोग दोष खोजने लगेंगे. എന്തെങ്കിലും ചെയ്യുന്നോ അപ്പോൾ ആൾക്കാർ അതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ എന്നാണ് പറയുന്നത്. ഖോജന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഢൂണ്ടന എന്ന് ഹിന്ദിയിൽ പറയും, തിരയുക.
അപ്പോൾ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര നല്ല കാര്യമാണെന്നുണ്ടെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കും. उसके सारे गुण बुला दिए जाएंगे और दोषों को बड़ा चढ़ाकर दिखाए जाने लगेगा. അതിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം സാരേ നല്ല ഗുണങ്ങളെല്ലാം ബുലാ ദിയെ ജായെങ്കെ പറഞ്ഞാൽ മറക്കപ്പെടും. ഓർ ദോഷവും കോ ബടാ ചടാക്കർ ദിക്കായി ജാനെ ലഗേഗ പറഞ്ഞാൽ ദോഷങ്ങളെ കുറ്റങ്ങളെ ബടാ ചടാക്കർ പറഞ്ഞാൽ ഇനിയും കൂടി കൂട്ടി കാണിക്കാൻ തുടങ്ങും എല്ലാവരും എന്നാണ് പറയുന്നത്. ദോഷ് കിസ്മെ നഹി ഹോത്തെ ദോഷം കുറ്റങ്ങൾ കുറവുകൾ ആർക്കാ ഇല്ലാത്തത്. യഹി കാരൺ ഹെ കി ഹർ ആദ്മി ദോഷി അധിക് ദിക് രഹാ ഹെ അതുകൊണ്ട് എന്താണ് ഓരോ ആൾക്കാരിലും നമുക്ക് പറഞ്ഞാൽ മൊത്തം ജനങ്ങളിൽ നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ കുറ്റമുള്ള ആൾക്കാരെ ദോഷമുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് കാണുന്നത് എന്നാണ് പറയുന്നത്. ഗുണി കം യ ബിൽക്കുൽ നഹി ഹെ നല്ല ഗുണമുള്ള ആൾക്കാരെ കുറവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടുമില്ല. ബിൽക്കുൽ നഹി ഹെ പറഞ്ഞാൽ ഒട്ടുമില്ല. സ്ഥിതി അഗർ ഏസി ഹെ തോ നിശ്ചയ ഹി ചിന്ത കാ വിഷയ ഹെ ഇങ്ങനെയുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അതൊരു ചിന്ത കാ വിഷയ ഹെ ഒരു ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എത്ര നല്ല കാര്യം ചെയ്താലും അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അപ്പോൾ കുറ്റമില്ലാത്ത ആൾക്കാർ ആരുമില്ല, എന്തെങ്കിലും ദോഷമില്ലാത്ത ആൾക്കാർ ആരുമില്ല. അപ്പോൾ എത്ര നല്ല കാര്യം ചെയ്താലും എല്ലാവരുടെയിലും കുറ്റം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ മുഴുവനായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. क्या यही भारतवर्ष है जिसका सपना तिलक और गांधी ने देखा था? ഇതാണോ നമ്മുടെ ഭാരതം? ഈ ബാലഗംഗാധർ തിലകിനെയാണ് ഉദ്ദേശിക്കുന്നത്, മഹാത്മാഗാന്ധി. അപ്പോൾ നമ്മുടെ ബാലഗംഗാധർ തിലക് മഹാത്മാഗാന്ധി പോലുള്ള ആൾക്കാർ സ്വപ്നം കണ്ട ഭാരതം ഇതാണോ എന്നാണ് പറയുന്നത്. रविंद्रनाथ ठाकुर और मदन मोहन मालवीय का महान संस्कृति सभ्य भारतवर्ष किस अतीत के गह्वर में डूब गया? ഗഹ്വർ മീനിങ് കേട്ടോ. ഗഹ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർഗം എന്ന് പറയാം. ഹിന്ദിയിൽ ദുർഗം പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിട്ടുള്ള സ്ഥലം, അന്ധേര സ്ഥാൻ എന്നും പറയാം. അതിൻ്റെ അർത്ഥം ശരിക്കും ഈ ലൈറ്റ് ഓഫ് ചെയ്തുള്ള റൂമൊന്നുമല്ല, പറഞ്ഞാൽ ഒരു അർത്ഥമില്ലാത്ത പറഞ്ഞാൽ ശരിയല്ലാത്ത നശിച്ച കാര്യങ്ങൾ കേട്ടോ, അതാണ് പറയുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറും മദൻ മോഹൻ മാലവിയും പോലുള്ള മഹാനായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന സംസ്കൃതി സഭ്യ, ഭാരതത്തിൻ്റെ സംസ്കൃതി സഭ്യ, നല്ല നല്ല കൾച്ചറുകൾ ട്രഡീഷന് കിസ് അതീത് കെ ഗഹ്വർ മെ ഡൂബ് ഗയ എന്ത് ഒരു നശിച്ച പറഞ്ഞാൽ അന്ധേര നശിച്ച ഇരുട്ടായിട്ടുള്ള ഇതിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ അതെല്ലാം നശിച്ചു പോയി, അതെല്ലാം ഡൂബന എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോകുക, അതെല്ലാം മുങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം അതൊന്നും ഇല്ലാതായി. അങ്ങനത്തുള്ള നല്ല നല്ല ഭാരതത്തിൻ്റെ കൾച്ചർ അതെല്ലാം പോയി എന്നാണ് പറയുന്നത്. आर्य और द्राविड़, हिंदू और मुसलमान, यूरोपियन और भारतीय आदर्शों की मिलन भूमि मानव महासमुद्र क्या सूख ही गया? അപ്പം എന്താ പറയുന്നത്, ആര്യരും ദ്രാവിഡരും അല്ലേ, ഭാരതത്തിലുള്ളവരല്ലേ ഇവരൊക്കെ, ഹിന്ദു ഓർ മുസൽമാൻ, യൂറോപ്യൻ ഓർ ഭാരതീയ, ഇവരെല്ലാത്തിൻ്റെയും ആദർശ് കി മിലൻ, ഇതെല്ലാ വിധത്തിലുള്ള ആൾക്കാരും ഉള്ള ഒരു ഭാരതത്തിൻ്റെ ആദർശം, അങ്ങനെ കൂടി വന്ന ഒരു ഭാരതം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അങ്ങനൊരു ഭാരതഭൂമിയുടെ മാനവ് മഹാസമുദ്ര, അങ്ങനെ കുറേ ആൾക്കാർ നിറഞ്ഞ ഒരു മഹാസമുദ്രമായിട്ടുള്ള അങ്ങനെ ഒരു ഭാരതം ക്യാ സൂഖി ഗയ, അങ്ങനത്തെ ഒരു സമുദ്രം ഉണങ്ങിപ്പോയോ എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും ആൾക്കാരും ഇത്രയും ആൾക്കാരുടെ കൾച്ചറും ആദർശങ്ങളും ഉള്ളൊരു ഭാരതമല്ലേ, അതാണ് പറയുന്നത്. അതെല്ലാം ഉണങ്ങിപ്പോയോ എന്നാണ് പറയുന്നത്. മേരാ മൻ കെഹത്ത ഹേ ഏസാ ഹോ നഹി സക്ത, എൻ്റെ മനസ്സ് പറയുന്നു അങ്ങനൊന്നും സംഭവിക്കില്ല. ഹമാരെ മഹാൻ മനീഷിയോ കെ സപ്നോ കാ ഭാരത് ഹേ ഓർ രഹേഗ. മനീഷിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്വാൻ, ജ്ഞാനികൾ എന്നൊക്കെ പറയില്ലേ, സ്കോളേഴ്സ്, നല്ല പണ്ഡിതന്മാർ. ഹമാരെ മഹാൻ മനീഷിയോ കെ സപ്നോ കാ ഭാരത്, നമ്മളുടെ വളരെ മഹാന്മാരായിട്ടുള്ള ജ്ഞാനികളുടെ ഭാരതം കാ ഭാരത് ഹേ, അങ്ങനത്തുള്ളവരുടെ ഭാരതം ആണ്. ഓർ രഹേഗ, അത് അങ്ങനെ തന്നെ ഉണ്ടാകും. यह सही है कि इन दिनों कुछ ऐसा माहौल बना है कि ईमानदारी से मेहनत करके जीविका चलाने वाले निरीह और भोले भाले श्रमजीवी पिस रहे हैं. यह सही है, ഇത് ശരിയാണ്.
സത്യമാണ്. എന്താ വെച്ചാൽ എന്തിനോ ഈ ദിവസങ്ങളിൽ കുച്ച് ഏസാ മഹോൽ ബനാ ഹെ, എങ്ങനൊരു സിറ്റുവേഷനാണ് ആയിരിക്കുന്നത്. ഇമാൻദാരി സെ മെഹനത്ത് കർക്കെ ജീവിക ചലനെ വാലെ, ഓണസ്റ്റായിട്ട് ഭയങ്കര സത്യസന്ധമായിട്ട് മെഹനത്ത് കർക്കെ ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ലൈഫ് നടത്തുന്ന ആൾക്കാർ, നിരി ഓർ ബോലെ ബാലെ പറഞ്ഞാൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ശ്രമജീവി പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ശ്രമജീവി എന്ന് പറഞ്ഞാൽ. അങ്ങനത്തുള്ളൊരു പിസ് രഹേ ഹെ, അരയുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനത്തുള്ളവർക്ക് അതുപോലുള്ളൊരു ജീവിതം കിട്ടുന്നില്ല, അങ്ങനത്തുള്ളവർ കഷ്ടപ്പെടേണ്ടി വരുന്നു ഈ സമൂഹത്തിൽ എന്നാണ് പറയുന്നത്. അവരുടെ ആ സത്യസന്ധതയൊന്നും കാണാതെ പോകുന്നു എന്നാണ് പറയുന്നത്. और झूठ तथा फरेब का रोजगार करने वाले फल फूल रहे हैं. झूठ तथा फरेब का, ഫറേബ് എന്ന് പറഞ്ഞാൽ ചീറ്റേഴ്സ്, വഞ്ചിക്കുന്ന ആൾക്കാർ, ധോക്കേബാജ്, ധോക്ക ദേനെ വാല എന്നൊക്കെ പറയാം. അപ്പോൾ കള്ളം പറയുന്നവരും വഞ്ചിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ളവരുടെ റോജ്ഗാർ, അങ്ങനത്തുള്ളവരുടെ ജോലികൾ, അതുപോലെ ജോലികൾ ചെയ്യുന്നവരുടെ അവരെന്താണ് ഫൽ ഫൂൽ രഹേ ഹേ. ഫൽ ഫൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഫ്ലറിഷ് ആവുന്നുണ്ട്, നല്ലോണം ലൈഫിൽ നന്നാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ईमानदारी को मूर्खता का पर्याय समझा जाने लगा. ഈമാൻദാരി, ഓണസ്റ്റ്, സത്യസന്ധതയ്ക്ക് എന്താണ് മൂർഖതയുടെ പര്യായം ആയി തുടങ്ങി എന്ന് പറയുന്നത്. സച്ചായി കേവൽ ഭീരു ഓർ ബേബസ് ലോഗോं के हिस्से पड़ी है. ആ സച്ചായി, സത്യം, സത്യം ആരുടെ സൈഡിലാണ് ആകെ കൂടി ഉള്ളത്? ഭീരു. ഭീരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കണവരെന്നാണ് പറഞ്ഞാൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നെഗറ്റീവായിട്ടല്ല, വളരെ പെട്ടെന്ന് സമാജത്തിൽ ചഞ്ചലമാകണ, ഇമോഷണൽ ആകണുള്ള ആൾക്കാർ, ഒരു പാവപ്പെട്ട ആൾക്കാർ, അങ്ങനെയുള്ളവരും ഹെൽപ്ലെസ്, ബേബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ സൈഡിലാണ് ഇപ്പോൾ പറഞ്ഞ സത്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. ऐसी स्थिति में जीवन के महान मूल्यों के बारे में लोगों की आस्था ही हिलने लगी. ആസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത്, ബിലീഫ്, ധാരണ എന്ന് പറയാം. ധാരണ മലയാളത്തിലും പറയും. അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ, ऐसी स्थिति में, അങ്ങനൊരവസ്ഥയിൽ എന്തായി? ജീവൻ കെ മഹാൻ മൂല്യോं के, ജീവിതത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള ലോഗോं की ആസ്ഥ, ജനങ്ങളുടെ വിശ്വാസം ഹിൽനെ ലഗി, അത് ഇളകാൻ തുടങ്ങി. പറഞ്ഞാൽ അതാകെ ഡിസ്റ്റർബ് ആവാൻ തുടങ്ങി. പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കും, നമ്മൾ ഇത്ര നന്നായി ഇരുന്ന് സത്യത്തിലൊക്കെ നടന്നിട്ട് ഇപ്പോൾ എന്താ നമുക്ക് കിട്ടാൻ പോണത് എന്ന് തോന്നും അല്ലേ? അപ്പം നമ്മൾ എന്തിനാ അപ്പം അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് തോന്നും. അപ്പോഴേക്കും തോന്നും ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും. അതാ പറയുന്നത്. भारतवर्ष ने कभी भी भौतिक वस्तुओं के संग्रह को बहुत अधिक महत्व नहीं दिया है. നമ്മുടെ ഭാരതം എപ്പോഴും ഭൗതിക വസ്തുവൊക്കെ, ഭൗതിക വസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് നോക്കിയിട്ട് ആൾക്കാരെ ഒന്നും ഇങ്ങനെ പറയരുത്, അല്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെ വെളിയിലത്തെ ഭംഗിയൊന്നുമല്ല, ഉള്ളിൽ ഉള്ള മനസ്സാണ് അറിയില്ലേ. അതൊക്കെയാണ് ഒരു എക്സാമ്പിൾ കേട്ടോ, ഭൗതിക വസ്തു എന്ന് പറഞ്ഞാൽ. അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഭാരതീയർ എപ്പോഴും ബഹുത് അധിക് മഹത്വ നഹി ദിയാ ഹെ, നമ്മൾ വലിയ മഹത്വമൊന്നും അതിന് കൊടുത്തിട്ടില്ല. उसकी दृष्टि से मनुष्य के भीतर जो महान आंतरिक गुण स्थिर भाव से बैठा हुआ है. നമ്മൾ എന്താണ് മനുഷ്യരുടെ അകത്തുള്ള, ഭീതർ എന്ന് പറഞ്ഞാൽ അകത്തുള്ള, ആന്തരിക് ഗുൺ, മഹാൻ ആന്തരിക് ഗുൺ, അകത്തുള്ള ഉള്ളിലുള്ള ഗുണങ്ങളെയാണ് നമ്മൾ കാര്യമായിട്ട് എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വഹി ചരം ഓർ പരം ഹെ, അതിനെയാണ് നമ്മൾ ചരം ഓർ പരം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എക്സ്ട്രീം, ചരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം, പരം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്, അങ്ങനെ അതിൻ്റെ അർത്ഥം അങ്ങേയറ്റവും പിന്നെ ലാസ്റ്റ്, അന്തിമമായിട്ടുള്ള നമ്മൾ അതാണ് കണക്കിലെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉള്ളിലുള്ള ഗുണങ്ങളെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞത്. लोभ मोह आदि विचार मनुष्य में स्वाभाविक रूप से विद्यमान रहते हैं. ലോഭ, മോഹം, ഇതൊക്കെ അറിയാലോ, ഇതിൻ്റെ മീനിങ്സ് ഒക്കെ എളുപ്പമാണ്. കാമം, ക്രോധം, ഇങ്ങനെയൊക്കെയുള്ള ദേഷ്യങ്ങൾ, ഇങ്ങനത്തെയൊക്കെയുള്ള വിചാരങ്ങൾ മനുഷ്യരിൽ സ്വാഭാവികമായിട്ടും വിദ്യാമാൻ ഹെ പറഞ്ഞാൽ ഉള്ളതാണ്, എക്സിസ്റ്റിംഗ് ആണ്, ഉള്ളതാണ്. पर उन्हें प्रधान शक्ति मान लेना और अपने मन तथा बुद्धि को उन्हीं के इशारे पर छोड़ देना बहुत बुरा आचरण है. ഇതൊക്കെ ഉണ്ട് എന്നെങ്കിലും ഉന്നെ പ്രധാന ശക്തി മാൻ ലേന, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രധാന ശക്തികൾ, അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് ഉള്ളൊരു തോന്നലും, അപ്നെ മൻ തഥാ ബുദ്ധിക്കോ ഉനി ഇഷാരെ പർ ചോർ ദേന, നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയും ആ വഴിക്ക് തിരിക്കുന്നതും ബഹുത് ബുറ ആചരൺ ഹെ, അത് ഒരു തെറ്റായ ആചരണമാണ് എന്നാണ് പറയുന്നത്. ഭാരതവർഷിനെ കഭി ബി ഉനെ ഉചിത് നഹി മാന, നമ്മുടെ ഭാരതത്തിലുള്ള സംസ്കാരം അനുസരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരിക്കലും ഉചിതമായിട്ട് കണക്കാക്കിയിട്ടില്ല.
ഉന്നെ സദാ സംയം കെ ബന്ധൻ സെ ബാന്ധ് കർ രഖ്നെ കാ പ്രയത്ൻ കിയാ ഹൈ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഈ മുകളിൽ പറഞ്ഞ ഗുണഗണങ്ങളെ സദാ എപ്പോഴും സംയം കെ ബന്ധൻ സെ ബാന്ധ് കർ രഖ്ന പറഞ്ഞാൽ അധികം പുറത്ത് കാണിക്കാതെ ക്ഷമയോടെ അതിനെ പിന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രയത്നിക്കേണ്ടത് എന്നാണ് പറയുന്നത്. परंतु भूख की ഉപേക്ഷ നഹി കി ജാ സക്തി. പക്ഷേ എന്താണ്, നമ്മൾ വിശപ്പിൻ്റെയൊക്കെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കെ ലിയെ ദവാ കി ഉപേക്ഷ നഹി കി ജാ സക്തി. അഥവാ അസുഖം ആണ്, അപ്പോൾ നമുക്ക് പിന്നെ മരുന്ന് ആവശ്യമാണ് അല്ലേ, അങ്ങനെയുള്ളവിടെയൊന്നും ഇങ്ങനത്തുള്ള കൺട്രോളും പിന്നെന്താണ് ക്ഷമയൊന്നും കാര്യം നടക്കില്ല. ഗുംറാഹ കോ ठीक रस्ते पर ले जाने का उपायों की उपेक्षा नहीं की जा सकती. ഗുംറാഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിതെറ്റി നടക്കുന്ന ആൾക്കാർ കേട്ടോ, പറഞ്ഞാൽ തെറ്റായ വഴിയിൽ കൂടി നടക്കുന്ന ആൾക്കാർ. അതിനെ ഹിന്ദിയിൽ ഭട്കാ ഹുവ എന്നും പറയും, ഭട്കാ ഹുവ. അപ്പോൾ അങ്ങനെ വഴിതെറ്റി നടക്കുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ റസ്തേ പർ ലേ ടീക്ക് റസ്തേ പർ ലേ ജാനേക്ക് ഉപായോക്ക പറഞ്ഞാൽ അവരെ ശരിയായിട്ട് ഉള്ള വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയൊന്നും നമ്മൾ പറ്റില്ല എന്നാണ് പറയുന്നത്. हुआ यह है कि इस देश के कोटि कोटि दरिद्रजनों की हीन अवस्था को दूर करने के लिए ऐसे अनेक कायदे कानून बनाए गए हैं. സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ദേശത്തിലെ കോടിക്കണക്കിനുള്ള ദരിദ്രജനങ്ങളുടെ ഹീന അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥ ദൂർ കർണിക്കലി അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കായദെ കാനൂൻ ബനായേ ഹെ, ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കായദെ കാനൂൻ പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും. കൃഷി, ഉദ്योग, വാണിജ്യ, शिक्षा और स्वास्थ्य की स्थिति को अधिक उन्नत आने के लक्ष्य से प्रेरित है. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃഷിയുടെ റിലേറ്റഡ് ആയിട്ട്, ഉദ്യോഗത്തിൻ്റെ, വാണിജ്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്, ട്രേഡിങ് ഒക്കെ, ശിക്ഷ, പഠിപ്പ്, സ്വാസ്ഥ്യ, ഹെൽത്ത്, സ്വാസ്ഥ്യക്ക് സ്ഥിതിക്കോ അധിക് ഉന്നത്, ഹെൽത്തിൻ്റെ സ്ഥിതി നന്നാക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ പെടുന്നത് കേട്ടോ, ആ നിയമങ്ങളിൽ പെടുന്നത്. ഓർ സുചാരു ബനാനേക്ക് ലക്ഷ്യസെ, സുചാരു എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, അത്യന്തർ എന്നൊക്കെ പറയാം ഹിന്ദിയിൽ, മോർ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇനിയും കൂടി നന്നായി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യ പ്രേരിത്തെ. അപ്പോൾ അങ്ങനൊരു ടാർഗറ്റുള്ള നിയമങ്ങളാണ് ഈ ഓൾറെഡി ഈ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ ഈ ഫീൽഡിലൊക്കെ. പരന്തു ജിൻ ലോഗോ കോ ഇൻ കാര്യമേ ലഗന. പക്ഷെ എന്താണ്, ആർക്കൊക്കെയാണോ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത്, പറഞ്ഞാൽ ചെയ്യേണ്ട കടമ ഉള്ളത്, ഉൻകാ മൻ സബ് സമയ പവിത്ര നഹി ഹോത്ത, അവരുടെ മനസ്സ് എപ്പോഴും പവിത്രമായിരിക്കണം എന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് കൊടുത്ത പണി അവർ ശരിയായിട്ട് സത്യസന്ധമായി ചെയ്യണമെന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും ആവാത്തത്. അതിൻ്റെ അർത്ഥം അതിന് നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ശരിയായിട്ട് നടക്കണില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രായഹ വേഹി ലക്ഷ്യക്കോ ഭൂൽ ജാത്തെ ഹെ. ഇപ്പം ക്രമേണ എന്താ സംഭവിക്കണത്, അവരവരുടെ ലക്ഷ്യം തന്നെ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തന്നെ അവർ മറന്നുപോകും. ഓർ അപ്പനി ഹി സുഖ സുവിധാക്കി ഓർ ജ്യാദ ധ്യാൻ ദേനെ ലഗ്തെ ഹെ. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്ന് അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളുടെയും അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓർ ജ്യാദ ധ്യാൻ ദേനെ ലഗ്തെ ഹെ. അതിലവർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും എന്നാണ് പറയുന്നത്. ഭാരതവർഷ് സദാ കാനൂൻ കോ ധർമ്മ കി ദേഖ്താ ആ രഹാ ഹൈ. ഭാരതം സദാ എന്നും കാനൂൻ എന്ന് പറഞ്ഞാൽ നിയമത്തിനെ ധർമ്മത്തിൻ്റെ രൂപത്തിലാണ് കണ്ടുവരുന്നത്. ആജ് യക്കായക് കാനൂൻ ഓർ ധർമ്മി അന്തർ. പക്ഷെ ഇന്ന് എന്താണ്, ഇന്ന് യക്കായക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അച്ചാനക് എന്നും പറയും ഹിന്ദിയിൽ. ഇന്ന് പെട്ടെന്ന് എന്താണ്, കാനൂൻ ഓർ ധർമ്മി, നിയമത്തിനും ധർമ്മത്തിലും അവർ വ്യത്യാസം കണ്ടുവരുന്നു. അന്തർ കർ ദിയാ ഗയാ ഹൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടിലും വ്യത്യാസം കണ്ടുവരുന്നു. ധർമ്മ കോ ധോക്ക നഹി ദിയാ ജാ സക്ത, ധർമ്മത്തിനെ നമ്മൾ വഞ്ചിക്കാൻ പറ്റില്ല, ധോക്ക ദേന വഞ്ചിക്കാൻ പറ്റില്ല, ചതിക്കാൻ പറ്റില്ല. കാനൂൻ കോ ദിയാ ജാ സക്ത ഹെ, നിയമത്തിന് പക്ഷെ എന്താണ് ചതിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പറ്റില്ല, പക്ഷേ എങ്കിൽ ഇപ്പം നടക്കുന്നത് അങ്ങനെയാണ്, അതുകൊണ്ട് പറയണേ. यही कारण है कि जो लोग धर्मभीरु है वे कानून की त्रुटियों से लाभ उठाने में संकोच नहीं करते. ഈ കാരണം കൊണ്ടാണ് ജോ ലോഗ് ധർമ്മഭീരു ഹെ,
ധർമ്മഭീരുവായിട്ടുള്ള ആൾക്കാർ. ധർമ്മഭീരു എന്ന് വെച്ചാൽ എന്താണ് മീനിങ് കൊടുത്തിട്ടുണ്ട്. ജിസേ ധർമ്മ ചൂട്ട്നേക്കാ ഡർ ഹോ, പറഞ്ഞാൽ ധർമ്മത്തിൽ നിന്ന് വിട്ടുമാറാൻ പേടിയുള്ള ആൾക്കാരെയാണ് ധർമ്മഭീരു എന്ന് പറയുന്നത്. അധർമ്മസേ ഡർനെ വാല, അധർമ്മം ചെയ്യാൻ പേടിക്കുന്നവർ, പറഞ്ഞാൽ ധർമ്മം മാത്രം ചെയ്യുന്നവർ, ധർമ്മം ചെയ്യുന്നതും ചിന്തിക്കുന്ന ആൾക്കാരെയാണ് ധർമ്മഭീരു എന്ന് പറയുന്നത്. അപ്പോൾ വേ കാനൂൻ की त्रुटियों से लाभ उठाने में संकोच नहीं करते. അപ്പോൾ ധർമ്മഭീരുവായിട്ടുള്ള ആൾക്കാരെന്താണ്, കാനൂനിൻ്റെ ത്രുട്ടി പറഞ്ഞാൽ എറർ കേട്ടോ, തെറ്റുകൾ, ഭൂൽ ചുക്ക് എന്നൊക്കെ പറയാം ഹിന്ദിയിൽ. അപ്പോൾ ഈ നിയമങ്ങളുടെ തെറ്റുകളെ ലാഭ ഉഠാനേമേ പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ചൂണ്ടിക്കാണിക്കാൻ സങ്കോചമില്ലാത്തവരെ. മനസ്സിലായോ? അത് യഹി കാരൺ ഹെ കി ജോ ലോഗ് ധർമ്മഭീരു ഹെ വേ കാനൂൻ की त्रुटियों से लाभ उठाने में संकोच नहीं करते. അതിൻ്റെ അർത്ഥം ഈ ധർമ്മഭീരുവായിട്ടുള്ള ആൾക്കാർ നിയമത്തിൽ വല്ല തെറ്റുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പറഞ്ഞാൽ നിയമം ധർമ്മം പോലെ അല്ല, നിയമം പോലെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ സങ്കോചം ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞത്. ഇസ് ബാത് കെ പര്യാപ്ത പ്രമാൺ ഖോജെ ജാ സക്തെ ഹെ. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പര്യാപ്തമായിട്ടുള്ള, പര്യാപ്തം മലയാളത്തിലും അത് തന്നെയാണ് പറയുക, പറഞ്ഞാൽ എനഫ്, വേണ്ടുവോളം, മതിയാവുന്ന പ്രമാൺ, പ്രൂഫ്, ഖോജെ ജാ സക്തെ ഹെ, നമുക്ക് അന്വേഷിച്ച് എടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. കി എന്താണെന്ന് വെച്ചാൽ സമാജ് കെ ഊപ്പറി വർഗ് മേ ചാഹെ ജോ ബി ഹോത്താ രഹാ ഹോ, സമാജത്തിൻ്റെ നമ്മുടെ സൊസൈറ്റിയിലെ ഊപ്പറി വർഗ് മേ വലിയ ആൾക്കാരുടെ ഇടയിൽ എന്താ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭീത്തർ ഭാരതവർഷ് അഭി ഭി യഹ് അനുഭവ് കർ രഹാ ഹൈ കി, ഉള്ളിൽ ഭീത്തർ, അകത്ത് നമ്മളെ പറഞ്ഞാൽ ഭാരതം ഈ അനുഭവം, ഈ എക്സ്പീരിയൻസ് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? കി ധർമ്മ കാനൂൻ സേ ബഡി ചീസ് ഹെ, ധർമ്മം നിയമത്തിനെക്കാട്ടിലും വലിയതാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്നത്. അഭി സേവ, ഇമാൻദാരി, സച്ചായി ഓർ ആധ്യാത്മികത കെ മൂല്യ ബനെ ഹുയെ ഹെ. ഇപ്പോഴും സേവ, മറ്റുള്ളവരെ പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, ഇമാൻദാരി, ഓണസ്റ്റ്, സത്യം, ആധ്യാത്മികത പറഞ്ഞാൽ സ്പിരിച്വൽ, ഇതെല്ലാത്തിൻ്റെയും മൂല്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. വേ ദബ് അവശ്യ ഗയേ ഹെ. അപ്പോൾ ഈ മൂല്യങ്ങളൊക്കെ, ഈ പറഞ്ഞ മൂല്യങ്ങളെല്ലാം ദബ് ഗയേ ഹെ. ദബ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമർന്നു പോവുക, അടിയിലേക്ക് പോവുക, താഴ്ന്നു പോയിട്ടുണ്ട്. ലേക്കിൻ നഷ്ട നഹി ഹുയേ ഹെ, പക്ഷേ നഷ്ടപ്പെട്ടിട്ടില്ല. ആജ് ഭി വഹ മനുഷ്യ സെ പ്രേം കർത്താ ഹെ. ഈ മൂല്യങ്ങളെല്ലാം ഇപ്പോഴും മനുഷ്യരോട് സ്നേഹിക്കുന്നുണ്ട്, മനുഷ്യരോട് സ്നേഹമുള്ളതാണ് എന്നാണ് പറയുന്നത്. മഹിളാവോം കാ സമ്മാൻ കർത്താ ഹെ. അത് മനുഷ്യരോട് സ്നേഹമുണ്ട്. പിന്നെന്താണ്? സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, സമ്മാൻ കർണ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. झूठ और चोरी को गलत समझता है. झूठ കള്ളം പറയണതിന്, നുണ പറയുന്നതും ചോരി, മോഷണത്തിനെല്ലാം തെറ്റായിട്ട് തന്നെയാണ് അത് ഇപ്പോഴും ആ മൂല്യങ്ങൾ എടുക്കുന്നത്. दूसरे को पीड़ा पहुंचाने को പാപ് സമസ്ത ഹെ. മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, അതിനെ പാപമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹർ ആദ്മി അപ്പനെ വ്യക്തിഗത ജീവൻ മേ ഇസ് ഹെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ വ്യക്തിഗതമായിട്ടുള്ള ലൈഫിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണതാണ് അല്ലേ. അത് കുട്ടിയായാലും വലിയവരായാലും ആരായാലും ശരി, നമുക്കിപ്പോൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കള്ളം പറയണത് ശരിയല്ല, പിന്നെ നമ്മൾ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് പറയണത്, ആ മൂല്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്യണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി. പക്ഷേങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്നാണ് പറയുന്നത്. समाचार पत्रों में जो भ्रष्टाचार के प्रति इतना आक्रोश है, അപ്പോൾ ന്യൂസ് പേപ്പറിൽ ഭ്രഷ്ടാചാർ, കറപ്ഷനും ക്രൈംസും അതിനെയൊക്കെ പറ്റിയിട്ട് ഇത്ര പറഞ്ഞാൽ ആക്രോശിക്കുന്നത്, അതിൻ്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്. യഹി സാബിത് കർത്താ ഹെ. അതിൽ നിന്ന് എന്താണ് തെളിയുന്നത്? സാബിത് കർണ പറഞ്ഞാൽ പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് എന്താ തെളിയുന്നത് വെച്ചാൽ കി ഹം ऐसी चीज़ों को गलत समझते हैं. ഒക്കെ തെറ്റാണെന്നുള്ള കാര്യം നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. और समाज में उन तत्वों की प्रतिष्ठा कम करना चाहते हैं जो गलत तरीके से धन संग्रह करते हैं. പിന്നെന്താണ്? സമാജത്തിൽ ഉൻ തത്വം കി പ്രതിഷ്ഠ കം കർത്തേ ഹെ. ആ തത്വങ്ങളുടെ പ്രതിഷ്ഠ പറഞ്ഞാൽ ആ തത്വങ്ങളെ കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. തത്വങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ തന്നെയാണ്, എലിമെൻറ്റ്സ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. അതിനെ കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തിനെ? ജോ ധൻ യാ മാൻ സംഗ്രഹ കർത്തേ ഹെ. തെറ്റായ രീതിയിൽ, ഗലത് തരീക്ക എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ പൈസ സമ്പാദിക്കുന്നതോ അല്ലെങ്കിൽ അഭിമാനം തെറ്റായ രീതിയിൽ സമ്പാദിക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ
കാര്യങ്ങളെ നമ്മളിപ്പോഴും സമാജത്തിൽ കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ദോഷോं का पर्दाफाश करना बुरी बात नहीं है. ദോഷത്തിനെ പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളെ പർദാഫാഷ് എന്ന് പറഞ്ഞാൽ ദോഷ് പ്രകട്ട് കർണ അല്ലെങ്കിൽ ഭേദ് ഖോൽന എന്നൊക്കെ പറയാം. പിന്നാലെ മീനിങ് ഉണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ തെറ്റിനെ നമ്മൾ ഓപ്പണായിട്ട് പറയുക, തെറ്റിനെ വിമർശിക്കുക, അതിനെയാണ് പർദാഫ. അപ്പോൾ ദോഷങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തെറ്റുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓപ്പണായിട്ട് നമ്മൾ തെറ്റാണെന്ന് പറയണത് ബുരി ബാത് നഹി, അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. പറഞ്ഞാൽ അത് പറയണം എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ നമ്മളതിനെ വിമർശിക്കണം, പറയണം എന്നാണ് പറയുന്നത്. बुराई यह मालूम होती है कि किसी के आचरण के गलत पक्ष को उद्घाटित करके उसमें रस लिया जाता है. അപ്പോൾ എന്താ പറയുന്നത്, ബുരായി യഹ് മാലൂം ഹോത്തി ഹെ. അപ്പോൾ ബുരായി എന്ന് പറഞ്ഞാൽ തെറ്റ് എന്തിനാണ് പറയുന്നത്, എന്താണ് തെറ്റാന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെ കിസി കെ ആചരൺ കെ ഗലത് പക്ഷക്കോ, ആരുടെയെങ്കിലും ആചരൺ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, സ്വഭാവം, ആരുടെയെങ്കിലും സ്വഭാവം തെറ്റായിട്ടുള്ള സ്വഭാവം എന്നുണ്ടെങ്കിൽ അതിനെ പക്ഷം പിടിച്ചിട്ട് ഗലത് പക്ഷക്കോ, ആ തെറ്റായിട്ടുള്ള പക്ഷം പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഉദ്ഘാടിത് കർക്കെ ഉസ്മേ രസ് ലിയാ ജാത്താ ഹെ. പറഞ്ഞാൽ ഉദ്ഘാടിത് എന്ന് പറഞ്ഞാൽ ആരംഭിക്കും ഹിന്ദിയിൽ. പറഞ്ഞാൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യം തെറ്റായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യുക. രസ് ലിയാ ജാത്താ ഹെ, നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണെന്ന് പറയുന്നത്. ഓർ ദോഷോദ്ഘാടൻ കോ ഏകമാത്ര കർത്തവ്യ മാൻ ലിയാ ജാത്താ ഹെ. ദോഷോദ്ഘാടൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്ലോഷർ, റിവീൽ ചെയ്യുക എന്നൊക്കെ പറയും കേട്ടോ. പറഞ്ഞാൽ നമ്മൾ പ്രകടിപ്പിക്കുക, തുറന്ന് പറയുക. അപ്പോൾ ഇതുപോലെ തെറ്റായിട്ടുള്ള കാര്യത്തിന് ആരെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്നത് കാണുന്ന സമയത്ത് നമ്മൾ അതിനെ റിവീൽ ചെയ്യുക, അതിനെന്താണെന്ന് നമ്മൾ തുറന്ന് പറയണത് മാത്രമാണ് ഏകമാത്ര കർത്തവ്യം മാനിലിയ ജാത്താ ഹെ. അതാണ് നമ്മളുടെ ഒരു കർത്തവ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏകമാത്ര, ഒരേ ഒരു. ബുരായി മേ രസ് ലേന ബുരി ബാത് ഹെ. ബുരായി മേ രസ് ലേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ സപ്പോർട്ട് കൊടുക്കുക, തെറ്റായ കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കുക, അതിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ബുരി ബാത് ഹെ. അത് തെറ്റാണ്, തീർച്ചയായിട്ടും അത് തെറ്റാണ്, എല്ലാവർക്കും അറിയാം. അച്ചായി മേ ഉത്തനാ ഹി രസ് ലേക്കർ ഉജാഗർ ന കർണ ഓർ ബി ബുരി ബാത് ഹെ. ഉജാഗർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ടു എക്സ്പ്രസ് ചെയ്യുക, പ്രകട്ട് കർണ, നമ്മൾ ഓപ്പണായിട്ട് പറയുക, അത് തന്നെയാണ് ഉജാഗറിൻ്റെ അർത്ഥം. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ അച്ചായിമേ ഉത്തനാഹി റസ്ലേക്കർ ഉജാഗർ നക്കർണ ഓർ ബി ബുരി ബാത്. നല്ല കാര്യങ്ങൾ കണ്ടിട്ടും നമ്മളത് ഉജാഗർ ന കർണ, നമ്മളത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, അത് നല്ലതാണെന്ന് നമ്മൾ പറയാതിരിക്കുക, ഇനിയും കൂടി തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. सैकड़ों घटनाएं ऐसी घटती है जिन्हें उजागर करके लोक चित्त में अच्छाई के प्रति अच्छी भावना जगती है. സൈക്കഡോ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന്, അങ്ങനത്തുള്ള ഹൺഡ്രഡ്സ് ഓഫ് ഇൻസിഡൻസ് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഘട്ന പറഞ്ഞാൽ സംഭവിക്കുക. എന്താണത്, ജിനെ ഉജാഗർ കർണേസെ, അതിനെ നമ്മൾ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓപ്പണായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോക് ചിത്മേ അച്ചായിക്ക് പ്രതി അച്ചി ഭാവന ജക്തി ഹെ. ലോകത്തിൻ്റെ മനസ്സുകളിൽ അച്ചായിക്ക് പ്രതി, നല്ല കാര്യങ്ങളുടെ നേരെ നല്ല ഭാവന മനസ്സിൽ ഉണരും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ നല്ല ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, നമ്മൾ പക്ഷെ എപ്പോഴും ദോഷം മാത്രമേ തപ്പിക്കൊണ്ടിരിക്കുള്ളൂ മനുഷ്യർ. അപ്പോൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നല്ലതാണെന്ന് പറയാനുള്ള മനസ്സും കൂടി വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ മനസ്സുകൾ ഇനിയും കൂടി സന്തോഷിക്കും, മനുഷ്യരുടെ നല്ല നല്ല ഭാവനകളും അതുപോലെ മനസ്സിൽ ഉണരും എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. एक बार रेलवे स्टेशन पर टिकट लेते हुए गलती से मैंने 10 के बजाय 100 रुपये का नोट दिया. അപ്പോൾ ഇനിയിപ്പോൾ റൈറ്റർ അവരുടെ പറയുകയാണ് ഇവിടെ, ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് വാങ്ങുമായിരുന്നു. അപ്പോൾ ബൈ മിസ്റ്റേക്ക് എന്താ ചെയ്ത് 10 രൂപയ്ക്ക് ബജായ് 10 രൂപയുടെ എന്ന് വിചാരിച്ചിട്ട് 100 രൂപയുടെ നോട്ട് കൊടുത്തു. ഓർ മേ ജൽദി ഗാഡി മേ ആക്കർ ബാഠ് ഗയാ. പിന്നെന്താണ്, ആകം സമയമായതുകൊണ്ട് വണ്ടിയിൽ വന്ന് ഇരുന്നു. थोड़ी देर में टिकट बाबू उन दिनों में सेकंड क्लास के डिब्बे में हर आदमी का चेहरा पहचानता हुआ उपस्थित हुआ. അപ്പോൾ കുറച്ച് നേരത്തിൻ്റെ ശേഷം എന്തായി, ടിക്കറ്റ് ബാബു, ഈ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ പിന്നെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ പിന്നെ എല്ലാവരുടെയും ഏകദേശം കാണുമ്പോൾ മുഖം കാണുന്ന സമയത്ത് അറിയുന്ന പോലെ തന്നെ ഉണ്ട് അവിടെ വന്നു. ഉപസ്ഥിത് ഹുവ പറഞ്ഞാൽ അവിടെ പ്രസൻ്റായി, അവിടെ വന്നു.
उसने मुझे पहचान लिया എന്നെ കണ്ട് എന്നെ മനസ്സിലായി അങ്ങേർക്ക് और बड़ी विनम्रता के साथ मेरे हाथ में 90 रुपये रख दिए और बोला നല്ല ഭയങ്കര വിനമ്രത ആയിട്ട് ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് എൻ്റെ കയ്യിൽ ബാക്കി 90 റുപ്പീസ് 90 രൂപ എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞു ബഹുത് ഗൽത്തി ഹോ ഗയി തി അപ്പോൾ അത് തെറ്റായിപ്പോയി അപ്നെ ഭി നെഹി ദേക്ക നിങ്ങളും കണ്ണോക്കിയില്ല ശ്രദ്ധിച്ചില്ല മേനെ ഭി നെഹി ദേക്ക ഞാനും അപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഉസ്കെ ചേരെ പർ വിചിത്ര സന്തോഷ് കി ഘരിമാത്തി അപ്പോൾ അവരുടെ മുഖത്തിൽ വിചിത്രമായിട്ടുള്ള നല്ല പറഞ്ഞാൽ നല്ല സന്തോഷത്തിൻ്റെ ഒരു ഗരിമാത്തി ഒരു ചമക്ക് ഗരിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തിളങ്ങുന്നുണ്ടായിരുന്നു മെച്ചക്കി ത്രഹിക്കുക അപ്പം ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി അത് കണ്ടിട്ട് कैसे कहूँ कि दुनिया से सच्चाई और ईमानदारी लुप्त हो गई है അപ്പോൾ ലേഖകൻ എന്താ പറയുന്നത് അപ്പോൾ ഈ മേൽ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ പറയുക കേസെ കഹൂ എങ്ങനെ പറയും ലോകത്തിൽ നിന്ന് പിന്നെ സച്ചായി സത്യവും ഇമാൻദാരിയും സത്യവും സത്യസന്ധതയും ഓണസ്റ്റ് എല്ലാം ലുപ്ത് ഹോ ഗയി ഹെ നഷ്ടപ്പെട്ടു പോയി എന്ന് എങ്ങനെ പറയാൻ പറ്റും വൈസി അനേക അവാഞ്ചിത് ഘടനായും ബി ഹുയി ഹെ അതുപോലെ തന്നെ അവാഞ്ചിത് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തത് നെഗറ്റീവായിട്ടുള്ള അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഘടനായ സംഭവങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ട് परंतु यह एक घटना ठगी और वंचना की अनेक घटनाओं से अधिक शक्तिशाली है പക്ഷെങ്കിലും എന്താണ് യഹ് എക് ഘട്ടന ഇതൊന്ന് പരന്തു യഹ് എക് ഘട്ടന ഇതൊന്ന് ഈ മേൽ പറഞ്ഞതൊന്ന് ടഗി ഓർ വഞ്ചന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചതിയും വഞ്ചനയും അതൊക്കെ തന്നെ അർത്ഥം അതിനെക്കാട്ടിലും വഞ്ചനാക്കി അനേക ഘട്ടനാവോസെ അങ്ങനത്തുള്ള അനേക സംഭവങ്ങളെക്കാളും അധികം ശക്തിശാലിയാണ് एक बार मैं बस में यात्रा कर रहा था मेरे साथ मेरी पत्नी और 3 बच्चे भी थे ഇനിയിപ്പോൾ ഇനിയൊരു എക്സ്പീരിയൻസ് പറയുകയാണ് റൈറ്റർ ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു എൻ്റെ കൂടെ എൻ്റെ പത്നി ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു ബസ് മേ കുച്ച് ഖരാബി थी അപ്പോൾ ഇവർ മൂന്ന് മക്കളും ഭാര്യയും ലേഖകനും കൂടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു ബസ്സിൽ എന്തോ ഖറാബീത്തി എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്തോ കേട് ഉണ്ടായിരുന്നു റുക്കർ ചൽത്തി തീ അത് നിന്നായിരുന്നു പോണ്ടായിരുന്നത് ഗത്തവ്യ സെ കോയി 8 കിലോമീറ്റർ एक निर्जन सुनसान स्थान में बस ने जवाब दे दिया ഗത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് ഉണ്ട് അവിടെ സ്ഥാൻ ജഹാ കിസിക്കോ ജാന ഹോ പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലം നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലം അത്രേ ഉള്ളൂ ഒന്നുമില്ല നമ്മൾ ഓരോരുത്തരുടെ ഡെസ്റ്റിനേഷൻ സ്ഥലം അവിടെ നിന്ന് അവർക്ക് എത്താനുണ്ടോ ആ ബസ് അവിടെ നിന്ന് കൊയ് 8 കിലോമീറ്റർ പെഹലെ 8 കിലോമീറ്റർ മുമ്പ് തന്നെ ഒരു നിർജൻ സുൻസാൻ സ്ഥാനമേ ബസ്സിനെ ജവാബ് ദേ ദിയ നിർജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരൊന്നും ഇല്ലാത്ത സുൻസാൻ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബസ്സിനെ ജവാബ് ദേ ദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നുപോയി ജവാബ് ദേന എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൻസർ കൊടുക്കുക റിപ്ലൈ ചെയ്യുക എന്നാണ് പക്ഷേ എന്നാലും ഇവിടെ എന്താണ് അതിൻ്റെ അർത്ഥം അത് നിന്നുപോയി അത് പണി പറ്റിച്ചു എന്നൊക്കെ നമ്മളൊക്കെ പറയില്ല അതുപോലൊരു കാര്യമുണ്ട് കേട്ടോ ജവാബ് ദേ ദിയ ഇവിടെ ബസ് നിന്നുപോയി रात के कई 10 बजे होंगे रात के कोई 10 बजे होंगे രാത്രിയിൽ ഒരു 10 മണിയായിട്ടുണ്ടാവും ബസ് മേ യാത്രി ഘബറാഗയെ അപ്പോൾ അതിലുള്ള യാത്രക്കാരെല്ലാവരും അവർ പരിഭ്രമിച്ചു ഘബറാഗയെ അവരെല്ലാം പേടിച്ചു പരിഭ്രമിച്ചു കണ്ടക്ടർ ഉത്തർ ഗയ ഓർ ഏക് സൈക്കിൾ ലേക്കർ ചൽത്താ ബന്ന കണ്ടക്ടർ അതിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്ത് ഒരു സൈക്കിൾ എടുത്ത് അയാൾ എവിടേക്കോ പോയി ലോഗോ കോ സന്ദേഹ ഹോ ഗയ കി ഹമേ ധോക്ക ദിയാ ജാ രഹാ ഹൈ അപ്പോൾ അവിടെ അതിലുള്ള ബസ്സിലുള്ള യാത്രക്കാർക്ക് എന്താ അവർക്ക് ഡൗട്ടായത് ഡൗട്ട് അവർക്ക് എന്താ ഡൗട്ടായത് കി ഹമേ ധോക്ക ദിയാ ജാ രഹാ ഹൈ ഞങ്ങളെ എന്തോ ചതിക്കുകയാണെന്നാണ് തോന്നുന്നതെന്ന് അവർ വിചാരിച്ചു ബസ് മേ ബേട്ടെ ലോഗോനെ തരക്കി ബാത്തേ ശുരു കർ ദി ബസ്സിലിരുന്ന ആൾക്കാരെ പല തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി ഓരോരുത്തരും അവരുടെ മനസ്സിൽ വന്ന പോലെ ഓരോരുത്തർ ഓരോന്ന് പറയാൻ തുടങ്ങി കിസിനെ കഹാ യഹാ ഡക്കേത്തി ഹോത്തി ഹെ ആരൊരാൾ പറയാൻ തുടങ്ങി ഇവിടെ ഭയങ്കര ഡക്കേത്തി പറഞ്ഞാൽ മോഷണം കൊള്ള എന്നൊക്കെ പറയില്ലേ ഇവിടെ ഭയങ്കര കൊള്ളയൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് ഒരാൾ പറഞ്ഞു 2 दिन पहले इसी तरह एक बस को लूटा गया था 2 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു ബസ്സിനെ നല്ല ഒക്കെ ലൂട്ട ഗയാത്ത പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ളവരെയൊക്കെ അവിടെ നിർത്തി മോഷണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞു പരിവാർ സഹിത് അക്കേല മെഹിത്ത അപ്പോൾ ഫാമിലിയോടുകൂടി റൈറ്റർ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പിന്നെ ഒറ്റയ്ക്കായിരുന്നു ബറ്റെ പാനി ചില്ലാ രഹത്തെ കുട്ടികൾ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് നിലവിളി കൂട്ടുന്നുണ്ടായിരുന്നു പാനിക്ക കഹി ടിക്കാനാത്ത വെള്ളം എവിടെയും കിട്ടാനില്ല ഊപ്പർ സെ ആദ്മിയോ കാ ഡർ സമാഗ്യാത്ത പിന്നെന്താണ് ഈ ആൾക്കാർ ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ആ പേടിയുണ്ടായിരുന്നു പിന്നെ
कुछ नौजवानों ने ड्രൈവർ को പക്കഡ്കർ മാർനെ പീട്നെ കാ ഹിസാബ് ബനായ. അപ്പോൾ കുറച്ച് യങ്ങായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്ത് ഡ്രൈവറെ പിടിച്ച് അടിക്കാനുള്ള കണക്ക് കൂട്ടി. ഡ്രൈവർക്ക് ചെഹരെ പർ ഹവായ ഉഡ്നെ ലഗി. ഡ്രൈവറുടെ മുഖത്ത് ഹവായ ഉഡ്നെ ലഗി പറഞ്ഞാൽ ഭയങ്കര പേടിച്ച് വളർത്ത പോലെ ആവില്ല അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ലോഗോനെ ഉസെ പക്കടില്ല. ആളുകളെല്ലാവരും കൂടിയിട്ട് ഡ്രൈവറെ പിടിച്ചു. വഹ ബഡെ കാത്തർ ഢങ് സെ മേരി ഓർ ദേഖ്നെ ലഗ ഓർ ബോല. അപ്പോൾ ഡ്രൈവർ എന്താ ചെയ്തത്, കാത്തർ ഢങ് എന്ന് പറഞ്ഞാൽ രീതി, കാത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭയത്തോടെ വരച്ചുകൊണ്ട് പറഞ്ഞാൽ പേടിച്ച് വരച്ചുകൊണ്ട്, ഭയസെ കാംപ്താ ഹുവ അല്ലെങ്കിൽ ഡർ സെ കാംപ്താ ഹുവ ഭയഭീത് ഹോക്കർ എന്നൊക്കെ ഹിന്ദിയിൽ വളരെ പേടിച്ച് വരച്ചുകൊണ്ട് മേരി ഓർ ദേഖ്നെ ലഗ ഓർ ബോല, റൈറ്ററിനെ നോക്കാൻ തുടങ്ങി, നോക്കി എന്നിട്ട് പറഞ്ഞു, हम लोग बस का कोई उपाय कर रहे हैं, बचाइए ये लोग मारेंगे. അപ്പം ഞങ്ങൾ ബസ്സിന് എന്തെങ്കിലും ഉപായം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്, ബസ് ശരിയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള ഉപായം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ബച്ചായിയെ, എന്നെ രക്ഷിക്കൂ, ഇവരെല്ലാവരും കൂടി എന്നെ അടിക്കും എന്ന് പറഞ്ഞ് റൈറ്റ്. परंतु यात्री इतने घबराए गए कि मेरी बात सुनने को തയ്യാർ नहीं हुए. പക്ഷേങ്കിൽ യാത്രക്കാർ വളരെ പേടിച്ചിട്ടുണ്ടായിരുന്നു, അവർ വളരെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ കാര്യം, ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ അവർ തയ്യാറേ ആയിരുന്നില്ല. कहने लगे इसकी बातों में मत आइए, ധോഖ ദേ രഹാ ഹൈ. അപ്പോൾ ആ മറ്റുള്ള യാത്രക്കാരെന്താ പറയുന്നുണ്ടായിരുന്നു റൈറ്ററിനെ കൊണ്ട്, ഇസ്കി ബാത്തോ മേ മത് ആയിയെ, ഇയാൾ പറയുന്നൊന്നും കേൾക്കണ്ട, ഇയാളുടെ കാര്യമൊന്നും ശരിയല്ല, പറയുന്നൊന്നും കേൾക്കണ്ട, ധോഖ ദേ രഹാ ഹൈ, നമ്മളെ വഞ്ചിക്കുകയാണ്, നമ്മൾ കണ്ടക്ടർക്കു പെഹലെ ഹി ഡാക്കുവോക്കെ യഹാ ബേസ് ദിയാ ഹൈ. അപ്പോൾ പറയണത് എന്താണ്, കണ്ടക്ടറിനെ ആദ്യമേ തന്നെ കൊള്ളക്കാരുടെ അടുത്തേക്ക്, ആ കള്ളന്മാരുടെ അടുത്തേക്ക് ഓൾറെഡി കണ്ടക്ടറിനെ അയച്ചു, അതുകൊണ്ട് ഇയാൾ പറയണതൊന്നും വിശ്വസിക്കേണ്ട എന്ന് മറ്റുള്ളവർ റൈറ്ററിനെ കൊണ്ട് പറയാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവരെല്ലാവരും കൂടി ഒത്തു കളിക്കുകയാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. मैं भी बहुत भयभीत था पर ड्രൈവർ को किसी तरह मारपीट से बचाया. ഞാനും വളരെ പേടിച്ചിട്ട് തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്, പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഡ്രൈവറിനെ അവർ അടിക്കുന്നതിന് രക്ഷപ്പെടുത്തി. 1.5-2 घंटे बीत गए. 1.5-2 മണിക്കൂർ കഴിഞ്ഞു. मेरे बच्चे भोजन और पानी के लिए व्याकुल थे. എൻ്റെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടും വിഷമിക്കാൻ തുടങ്ങി. मेरी और पत्नी की हालत बुरी थी. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കണ്ടീഷനും കുറച്ച് മോശമായിരുന്നു. लोगों ने ड्राइवर को मारा तो नहीं पर उसे बस से उतार कर एक जगह घेर कर रखा. ആൾക്കാർ ഈ റൈറ്റർ പറഞ്ഞത് കൊണ്ട് അടിച്ചില്ല, ഡ്രൈവറിനെ പിടിച്ച് അടിച്ചതൊന്നുമില്ല, പക്ഷേ എങ്കിൽ എന്താ ചെയ്ത്, ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ബസ്സിൽ നിന്ന് ഇറക്കി ഒരു സ്ഥലത്ത് നിർത്തി അയാളെ ഘേർക്കർ റക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞ് നിന്നു. അയാളെ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ചുറ്റും വളഞ്ഞ് നിന്നു. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. कोई भी दुर्घटना होती है तो पहले ड्राइवर को समाप्त कर देना उन्हें उचित जान पड़ा. എന്തെങ്കിലും അഥവാ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണത്, വേഗം തന്നെ ഈ ഡ്രൈവറിനെ പിടിച്ച് ഡ്രൈവറിൻ്റെ പണി കഴിക്കാനാണ് ഇവരുടെ കണക്കുകൂട്ടൽ. അതിനാണ് ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. ഇവരെന്താണ്, ഇപ്പോൾ കണ്ടക്ടർ പോയി, അപ്പോൾ കണ്ടക്ടർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊള്ള സംഘം ആരെങ്കിലുമൊക്കെ കുറേ ആൾക്കാരുണ്ടാവും, കണ്ടക്ടറുടെ കൂടെ വരും, പിന്നെ ഡ്രൈവർ ഇവരെല്ലാവരും ഒത്തു കളിച്ച് എല്ലാവരെയും ലൂട്ട്പാട്ട് ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവറിനെ വളഞ്ഞു നിന്നു. മേരി ഗിഡ്ഗിഡാനെ കാ കോയി വിശേഷ അസർ നഹി പട. അപ്പോൾ ഗിഡ്ഗിഡാന എന്ന് പറഞ്ഞാൽ ടു പ്ലീഡ്, PAD പ്ലീഡ് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായിട്ട് പിന്നെ റിക്വസ്റ്റ് ചെയ്യുക, അത്യന്ത് ദയാപൂർവക് വിനത്തി കർണ, യാചന കർണ എന്നൊക്കെ പറയാം ഹിന്ദിയിൽ മീനിങ്സ് കേട്ടോ. അപ്പോൾ ഈ ലേഖകൻ പറയണത്, ഞാൻ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ വലിയ പ്രഭാവമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇസി സമയ ക്യാ ദേഖ്താ ഹൂം കി എക് ഖാലി ബസ് ചലി അരഹി ഹൈ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്താ കണ്ടത്, ഒരു ഖാലി ബസ് വരുന്നു അവിടുന്ന്. ഓർ ഉസ് പർ ഹമാരാ ബസ് കണ്ടക്ടർ ബി ബൈഠാ ഹുവാ ഹൈ. അതിലാരാ ഇരിക്കുന്നത്, നമ്മുടെ കണ്ടക്ടറും അതിലിരുന്നിട്ട് വരുന്നുണ്ടായിരുന്നു. ഉസ്നെ ആത്തെ ഹി കഹ, അപ്പോൾ വന്ന ഉടനെ കണ്ടക്ടർ പറഞ്ഞു അഡ്ഡെ സെ നയി ബസ് ലായാ ഹൂം. അഡ്ഡ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പോ, ബസ് ഡിപ്പോ.
ബസ് ഡിപ്പോന്ന് പുതിയ ബസ്സാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ് ബസ് പർ ബൈഠിയെ, ഈ ബസ്സിലിരുന്നോളൂ. ബസ് ചലാനെ ലായക് നഹി ഹെ. അപ്പോൾ ഇനി അങ്ങനെ ബസ് ഓട്ടിക്കാനുള്ള ഓട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫിർ മേരെ പാസ് ഏക് ലോटे में पानी और थोड़ा दूध लाकर आया और बोला. പിന്നെ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് വെള്ളവും ഒരു മൊന്തയിൽ, ലോട്ടാന്ന് പറഞ്ഞാൽ മൊന്ത എന്നൊക്കെ പറയില്ലേ നമ്മളത്, കുറച്ച് വെള്ളവും ദൂതും പാലും കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, പണ്ഡിറ്റ്ജി ബച്ചോं का रोना मुझसे देखा नहीं गया. നിങ്ങളുടെ കുട്ടികൾ കരയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്താണ് വഹി ദൂത് മിൽ ഗയ തോ തുടാ ലേത്ത ആയ. അപ്പോൾ എനിക്ക് അവിടെ പാല് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പണ്ഡിറ്റ്ജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ നോർത്തിലൊക്കെ ഉണ്ടല്ലോ കൂടുതലും ബ്രാഹ്മിൺസിനെ പണ്ഡിറ്റ്ജി എന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ റൈറ്ററിൻ്റെ പേര് ഹസാരി പ്രസാദ് ദ്വിവേദി എന്നല്ലേ, അപ്പോൾ ഈ ദ്വിവേദി സർനെയിമാണ്. അപ്പോൾ അവർ ബ്രാഹ്മിൺസാണ്, അതാണ് ദ്വിവേദി, ത്രിവേദി, തിവാരി, ത്രിപാഠി, അങ്ങനെ ശുക്ല, അങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം ബ്രാഹ്മിൺസിൽ വരും. അപ്പോൾ അവരെ പണ്ഡിറ്റ്ജി എന്ന് വിളിക്കും കേട്ടോ. യാത്രിയോ മേ ഫിർ ജാൻ ആയി. യാത്രക്കാർക്ക് വീണ്ടും ജീവൻ വന്നു. സബ്നെ ഉസെ ധന്യവാദ് ദിയ. എല്ലാവരും അവർക്ക് നന്ദി പറഞ്ഞു. ഡ്രൈവർ സെ മാഫി മാങ്കി ഓർ 12 ബജെ സെ പെഹലെ ഹി സബ് ലോഗ് ബസ് അഡ്ഡെ പहुंच गए. അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് എല്ലാവരും മാഫി മാങ്കി, എല്ലാവരും സോറി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 12 മണിയുടെ മുമ്പ് തന്നെ എല്ലാവരും ആ ബസ് ഡിപ്പോയിൽ എത്തിച്ചേർന്നു. കേസെ കഹൂം കി മനുഷ്യത ഏകദം സമാപ്ത് ഹോ ഗയി. അപ്പോൾ ലേഖകൻ എന്താ പറയണത്, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, കേസെ കഹൂം എങ്ങനെ പറയാൻ പറ്റും കി മനുഷ്യത ഏകദം സമാപ്ത് ഹോ ഗയി, മനുഷ്യത്വം കഴിഞ്ഞു, പൂർണ്ണമായിട്ടും കഴിഞ്ഞു എന്ന് എങ്ങനെ പറയാം. ഗുമേ ദയാമായ രഹി നഹി ഗയി. എങ്ങനെയാണ് പറയാൻ പറ്റുക, ആ ജനങ്ങളിൽ ദയ എന്നുള്ളൊരു കാര്യമൊന്നും ഇല്ലും. ജീവൻ മേ ജാനെ കിത്തനി ऐसी घटनाएं हुई है जिन्हें मैं ഭൂൽ നഹി സക്ത. ജീവിതത്തിൽ ഇതുപോലെ എത്രയ്ക്കോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജിനെ ഭൂൽ നഹി സക്ത, അതിനൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ടഗാ ഭി ഗയാ ഹൂँ, ധോക്കാ ഭി ഖായാ है, परंतु बहुत कम स्थलों पर विश्वासघात नाम की चीज़ मिलती है. അപ്പോൾ ടഗാ ബി ഗയാ ഹൂँ, ധോക്കാ ബി ഖായാ ഹൂँ എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ് കേട്ടോ. ചതിക്കപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വളരെ കുറച്ച് സ്ഥലത്താണ് വിശ്വാസഘാതം സംഭവിച്ചിരിക്കുന്നത്. വിശ്വാസഘാതം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, വിശ്വാസവഞ്ചന. അപ്പോൾ വിശ്വാസവഞ്ചന എന്ന് നമ്മൾ ആരെയാണ് പറയുക, നമ്മൾ വിശ്വസിച്ചിരുന്ന ആൾക്കാർ നമ്മളെ പെട്ടെന്നൊരു ദിവസം, നമ്മൾ ഒരുപാട് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം നമ്മളെ വഞ്ചിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെയാണ് വിശ്വാസഘാത് അല്ലെങ്കിൽ വിശ്വാസവഞ്ചന എന്ന് പറയാം. അപ്പോൾ പറയുന്നത് ചതിക്കപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ വിശ്വസിച്ച ആൾ നമ്മളെ ചതിച്ചത് അത് വളരെ കുറവേ സംഭവിച്ചിട്ടുള്ളൂ എൻ്റെ കൂടെ എന്നാണ് പറയുന്നത്. കേവൽ ഉനി ബാത്തോ കാ ഹിസാബ് രഖോ. കേവലം ആ കാര്യങ്ങളെ മാത്രം കണക്ക് വയ്ക്കൂ. എന്ത്, ജിൻമേ ധോഖാ കായാ ഹെ തോ ജീവൻ കഷ്ടകർ ഹോ ജായേഗാ, परंतु ऐसी घटनाएं भी बहुत कम नहीं हैं ജബ് ലോഗോനെ അകാരണം സഹായത് കി ഹെ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ജിൻമേ ധോക്കാ ഖായാ ഹോ തോ ജീവൻ കഷ്ടകർ ഹോ ജായേഗാ. എന്താണ് ഓർമ്മ വയ്ക്കാൻ പറയുന്നത് നമ്മുടെ റൈറ്റർ, നമ്മൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്നും അതേ ആലോചിച്ചിരിക്കരുത്. എന്നും അതേ നെഗറ്റീവായിട്ടുള്ളത് ആലോചിച്ചിരുന്നാൽ നമുക്ക് എന്നും ദുഃഖമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ മനസ്സ് എന്നും അതുപോലെ തന്നെ വ്യാകുലമായിരിക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ആലോചിച്ചിരിക്കൂ എന്നാ പറയുന്നത്. അപ്പോൾ ജീവൻ കഷ്ടകർ ഹോ ജായേഗാ, അങ്ങനെ അതേ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ കഷ്ടമായിട്ട് തന്നെ തോന്നും, ജീവിതം കഷ്ടമായിട്ട് തന്നെ തോന്നും എന്നാണ് പറയണത്. പരന്തു ഏസി ഘട്ടനായും ബി ബഹുത് കം നഹി. ഇതുപോലുള്ള സംഭവങ്ങളും വളരെ കുറച്ചൊന്നുമല്ല. ഏതുപോലത്തുള്ളത്, ജബ് ലോഗോനെ അകാരൺ സഹായത കി ഹെ. നമ്മൾക്കൊരു കാരണവും ഇല്ലാണ്ട് നമ്മളുടെ ആരും ഇല്ലാത്ത ആൾക്കാർ നമ്മളെ വന്ന് സഹായിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ. അതാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വഴിയിൽ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണ്, എന്തെങ്കിലും വണ്ടി, കാറ് അതുപോലെ നിന്നുപോയി, അല്ലെങ്കിൽ അതിനെ തള്ളണോ ഉന്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയണ ആരെങ്കിലും ഉണ്ടാവുമോ? ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മളറിയാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും വന്ന് ഹെൽപ്പ് ചെയ്യുക. നമുക്ക് പിന്നെ അവരുടെ മുഖം ഒന്നും കൂടി ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ നമ്മൾ അകാരണമായിട്ട് ഒരു കാരണം ഇല്ലാണ്ട് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്, നമ്മളും ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പോൾ അതാണ് നമ്മുടെ റൈറ്റർ പറയുന്നത് നമ്മളുടെ അടുത്ത്. നിരാശസ് ദിയാ ഹെ ഓർ ഹിമ്മത്ത് ഠാട്ടസ് എന്ന് പറഞ്ഞാൽ ധീരജ്, ദിലാശ എന്നൊക്കെ ഉണ്ട്.
അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ധീരജ് ധൈര്യം, ദിലാശ എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം, ടാട്ടസ് എന്ന് പറഞ്ഞാൽ അതന്നെ ധൈര്യം കൊടുക്കുക, ആശ്വാസം കൊടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിരാശയായിട്ടുള്ള മനസ്സിന് ധൈര്യവും ആശ്വാസമൊക്കെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അങ്ങനത്തുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. ഓർ ഹിമ്മത്ത് ബന്ധായി ഹെ, അപ്പം നമുക്ക് ധൈര്യവും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കവിവർ രവീന്ദ്രനാഥ് ടാക്കൂർ ने अपने प्रार्थना गीत में भगवान से प्रार्थना की थी. കവി രവീന്ദ്രനാഥ് ടാഗോർ അവരുടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഗീതത്തിൽ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്? कि संसार में केवल नुकसान ही उठाना पड़े, धोखा ही खाना पड़े, तो ऐसे अवसरों पर भी हे प्रभु मुझे ऐसी शक्ति दो कि मैं तुम्हारे ऊपर संदेह न करूँ. സംസാരമേ കേവൽ നുക്സാൻ ഹി ഉഠാന പടേ, ലോകത്ത് നമുക്ക് ഏത് കാലത്ത് നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും, നുക്സാൻ എന്ന് പറഞ്ഞാൽ നഷ്ടം, ലോസ്, ദോക്കാ ഹി ഖാന പടേ, ചതിക്കൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വഞ്ചന മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും, ധോക്ക ഖാന പറഞ്ഞാൽ ചതിക്കപ്പെടുക കേട്ടോ. തോ ഏസെ അവസരവും പർ ഭി ഹേ പ്രഭു, അങ്ങനെയുള്ള അവസരങ്ങളിലും അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഹേ പ്രഭു, പ്രഭു എന്നാരെയാണ് വിളിക്കുന്നത്? ഭഗവാനെ വിളിക്കുകയാണ്. ഹേ പ്രഭു ഭഗവാനെ, മുझे ऐसी ശക്തി ദോ, എനിക്ക് ശക്തി തരണം. എന്തിനുള്ള ശക്തി? കി മേ തുമാരെ ഉപ്പർ സന്ദേഹ ന കരൂ, അങ്ങനെ ഉള്ള സമയത്തും ഞാൻ നിൻ്റെ മേലെ ഈശ്വരനെ പ്രതി ഡൗട്ട് വരാതിരിക്കാനുള്ള ശക്തി എനിക്ക് തരണം എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് എന്താ സംഭവിക്കുക? ഇതുപോലെ ഒരുപാട് നഷ്ടങ്ങളും വഞ്ചനകളും അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ മേലെയുള്ള വിശ്വാസം പോകില്ലേ? നമ്മളോ ദൈവമില്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങില്ലേ? അപ്പോൾ അതാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയണത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും കൂടി ദൈവത്തിൻ്റെ മേലെയുള്ള വിശ്വാസം പോകാതിരിക്കാൻ, ദൈവത്തിനെ ഡൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വാസം പോകാതിരിക്കാനുള്ള ശക്തി എനിക്ക് തരണം എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. അങ്ങനെ പലത് സംഭവിക്കും, പക്ഷേങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തിനെ ഡൗട്ട് ചെയ്യരുത്, ഒരിക്കലും നമുക്ക് ആ വിശ്വാസം പോകരുത്. മനുഷ്യ की बनाई विधियाँ गलत नतीजे तक पहुँच रही है तो इन्हें बदलना होगा. മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള വിധിയ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും രീതികൾ, അത് തെറ്റായ നതീജ എന്ന് പറഞ്ഞാൽ റിസൾട്ട്, ഒരു തെറ്റായ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നു എങ്കിൽ ഇനി ബദൽന ഹോഗ, അതിനെ തീർച്ചയായിട്ടും മാറ്റേണ്ടത് ആവശ്യമാണ്. വസ്തുതः ആയതിൻ ഇനി ബദലാഹി ജാ രഹാ ഹൈ, വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനെ മാറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ലേക്കിൻ अब भी आशा की ज्योति ആശാ की ജ്യോതി ബുജി നഹി ഹെ. എന്നാൽ എന്താണ്? ഇപ്പോഴും ആശയുടെ കിരണങ്ങൾ, ആഗ്രഹം, ആശയുടെ കിരണങ്ങൾ എന്നൊക്കെ പറയില്ലേ, ജ്യോതി, വെളിച്ചം ഇപ്പോഴും കെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മഹാൻ ഭാരത് വർഷ് കോ പാനെ കി സംഭാവന ബനി ഹുയി ഹെ. നമുക്ക് നമ്മളുടെ മഹത്വമായിട്ടുള്ള ഭാരതത്തിനെ തിരിച്ചു കിട്ടാനുള്ള സംഭാവന, പോസിബിലിറ്റി ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ബനി രഹേഗി, അത് അങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ധൈര്യം കൈവിടരുത്, നമ്മളുടെ നല്ല മൂല്യങ്ങൾ ഒന്നും നമ്മൾ കളയരുത്, അതിനിയും അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ തന്നെ ജീവിക്കണം എന്നാണ് പറയുന്നത്. ആരും നിരാശപ്പെടരുത്, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, നന്നായി ജീവിക്കണം എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. മേരെ മൻ, എൻ്റെ മനസ്സ്, നിരാശ ഹോനേക്ക് ജറൂരത്ത് നഹി ഹെ. അതുകൊണ്ട് എന്താണ്? നിരാശയാവാനുള്ള കാരണം ഇല്ല, എൻ്റെ മനസ്സ് നിരാശപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഹെഡിങ് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഇതിൻ്റെ ടൈറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ക്യാ നിരാശ ഹുവാ ജായ് അല്ലേ? ഇപ്പോൾ ചോദിക്കുകയാണ് നിരാശപ്പെടണോ? ലാസ്റ്റ് റൈറ്ററിന് എന്താ പറയുന്നത്? നിരാശ ഹോനേക്ക് ജറൂരത്ത് നഹി ഹെ പറഞ്ഞാൽ നിരാശ ആവേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.